അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ ബാക്ക് യാർഡിലൊരു ചെറിയൊരു അനക്കം. അടുത്ത് ചെന്ന് നോക്കിയപ്പം പൂച്ചക്കുട്ടികളാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇതൊരു ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ഓടി പോവോ എന്താണെന്ന് റിയാക്ഷൻ എന്താണെന്ന് അറിയാത്ത കാരണം ചെന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വെച്ചാൽ എന്തായാലും പോയി നോക്കാമെന്ന്. അങ്ങനെ ചെന്നപ്പോൾ ഓടിപ്പോയെങ്കിലും തിരിച്ച് വന്നു കേട്ടോ. അങ്ങനെ കനേഡിയൻ ലോക്കൽ പൂച്ചകളെ കണ്ടുകിട്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് ബ്ലാക്ക് കളറാണ്. വാലിൻ്റെ ടിപ്പിൽ ഒരു ചെറിയ വെള്ള കളറുണ്ട് കേട്ടോ. ചിലതിന് ഈ കഴുത്തിൻ്റെ ഭാഗത്തും ചെറിയ വെള്ള കളറുണ്ട്. പിന്നെ കാനഡയിലായ കാരണം നല്ല കട്ടിയുള്ള പൂടയാണ് കേട്ടോ. അങ്ങനെ കണ്ട സന്തോഷത്തിൽ കുറച്ച് പാല് കൊണ്ട് കൊടുത്തു. ആദ്യം കുടിക്കാൻ കുറച്ച് മടിയായ കാരണം ഞാൻ ഒരെണ്ണത്തിൽ പിടിച്ചിട്ട് എൻ്റെ അടുത്തിരുത്തി. പിന്നെ ഒരെണ്ണം കുടിക്കണം കണ്ടപ്പം എല്ലാതും കൂടെ വന്നു കേട്ടോ. ഇതിൽ 5 പൂച്ചക്കുട്ടികളുണ്ട്. ഒരെണ്ണത്തിനാണെങ്കിൽ ഭയങ്കര പേടിയാണ്, അതിൻ്റെ അടിയിൽ നിന്ന് വരത്തേയില്ല. ഇത് നമ്മുടെ ബാക്ക് യാർഡിൽ നമ്മുടെ സ്റ്റോറേജ് ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഈ ചെറിയ പൂച്ചക്കുട്ടികളുടെ അടുത്തേക്ക് പോകുമ്പോൾ അറ്റങ്ങൾ ഈ ചീറ്റലും കടിക്കാൻ വരലും മാന്തലൊക്കെ അല്ലേ. പക്ഷേ ഇറ്റങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല സ്നേഹമുള്ള പൂച്ചക്കുട്ടികളാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ തൊട്ട കാരണം ഇനിയിപ്പം തള്ളപ്പൂച്ച തിറ്റങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എന്നും ജോലി കഴിഞ്ഞ് വന്നാൽ ഇവർ പോയി നോക്കലാണ് പണി. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഇവർ കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓടിയൊക്കെ വരും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. പിന്നെ സൈഡിൽ നിന്ന് വെയിലൊക്കെ അടിക്കുമ്പോൾ കണ്ണൊക്കെ നന്നായി തിളങ്ങും. നല്ല നീല കണ്ണൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വീട്ടിനകത്ത് കയറ്റി വളർത്താനൊന്നും സമ്മതിക്കത്തില്ല. കാരണം ഇവിടെ ഉള്ളവർക്ക് പൂച്ചേനെ വലിയ ഇഷ്ടമല്ല. എല്ലാം കട്ട് തിന്നുന്ന കാരണമായിരിക്കും. പിന്നെ വീക്കെൻഡൊക്കെ കാരണം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടോ. ചുമ്മാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഇത്രയും നാളും മഞ്ഞായത് കാരണം തന്നെ ഇപ്പോൾ ഒരു പച്ചപ്പ് കാണുമ്പോൾ നല്ല. പിന്നെ ഈ കാണുന്നത് മേപ്പിൾ മരമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ മേപ്പിൾ സിറപ്പ് എടുക്കുന്നത്. റബ്ബർ വെട്ടുന്നൊക്കെ പോലെ വെട്ടിയിട്ടാണ് എടുക്കുന്നത്. ഇത് പൈൻ ട്രീ ആണ്. അപ്പം ഞങ്ങൾ നടക്കുന്നതിനിടയിൽ അകലെന്നൊരു മാനിനെ കണ്ടേ. എന്ത് മാനെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.